ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രീമി വൈറ്റ് സോസ് പാസ്തയുടെ റെസിപ്പിയാണ്. ഇതൊരു ഇറ്റാലിയൻ ഡിഷാണ്. ഇതിനകത്ത് ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ചേഞ്ച് അനുസരിച്ച് നമുക്കിതിൻ്റെ ടേസ്റ്റിൽ നല്ല ചേഞ്ച് ഉണ്ടാവും. ഇന്ന് ഞാൻ പക്ഷേ കാണിക്കുന്നത് നമുക്ക് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഒരു പാസ്ത റെസിപ്പിയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് പാസ്ത ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു പാനിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പിട്ടിട്ട് നമ്മളത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ആ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് പാസ്ത എടുത്ത് വെക്കാം. പാസ്ത നമുക്ക് റിക്വയർഡായിട്ടുള്ള പാസ്ത വെച്ചിട്ടുണ്ട്. ആ പാസ്ത നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പാസ്ത വാഷ് ചെയ്യുന്നൊന്നുമില്ല, നമ്മൾ ഡയറക്റ്റ്ലി ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് അത് അവിടെ കിടന്ന് വേവട്ടെ. ആ സമയത്ത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുക്കാം. ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് നോക്കാം പാസ്ത നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ തവി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ പാസ്ത രണ്ടായിട്ട് കട്ടായി പോകുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. കട്ടായി പോകുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പാസ്ത വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനത് വെള്ളം വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ആ ടൈമിൽ നമ്മുടെ പാൻ എടുത്തിട്ട് അതിനകത്ത് ഇച്ചിരി ഗീ ഒഴിച്ച് കൊടുത്ത് അതിനകത്തേക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത ഗാർലിക്ക് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഗാർലിക്ക് കരിയേണ്ട ആവശ്യമില്ല. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് ആ ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാത്ത പാൽ ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമ്മൾ അടിതാത്ത ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മൈദ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പാസ്തയുടെ ക്രീം ഉണ്ടാക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് അടി താത്ത് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. കട്ട പിടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി ഗ്രാജുവലി അത് കട്ടയൊക്കെ മാറിക്കോളും. ഞാനിവിടെ ഒരു കപ്പിൽ അളവിൽ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് പാസ്തയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ സോസ് നമുക്ക് ലെങ്ത്ത് കൂട്ടാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ പാസ്ത എത്ര ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്തിരി നീട്ടുന്നത്, പാസ്തയുടെ സോസ് നീട്ടുന്നത്. കുറച്ചുകൂടി ഇളക്കി കൊടുക്കുമ്പോൾ അത് തിക്കായിട്ട് വരുന്നുണ്ട്. തിക്കായിട്ട് വരുന്ന ആ ടൈം കൊണ്ട് നമ്മൾ ഇവിടെ തീ സിമ്മിലായിരിക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇളക്കി കൊടുക്കുമ്പോൾ കുറുകി വരുന്നുണ്ടാവും. അതിന് ശേഷം നമുക്കിത് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഇറ്റാലിയൻ സീസണിങ് ആണ് ഇടുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒറിഗാനോ ആഡ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഓപ്ഷണലാണ്. ടേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇതൊക്കെയാണ് ആക്ച്വലി പാസ്തയുടെ മെയിൻ ഫ്ലേവേഴ്സ്. ഇതൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം നോക്കുക. ഒറിഗാനോയും ചില്ലി ഫ്ലേക്സുമാണ് നമ്മുടെ മെയിൻ തിങ്. ഇവിടെ എനിക്ക് ഒറിഗാനോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇറ്റാലിയൻ സീസണിങ് ഇടുന്നത്. അതിന് ശേഷം ഞാനിവിടെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. ചീസ് ഞാനൊരു 2 സ്ലൈസസ് ആയിട്ടുള്ള ചീസാണ് ആഡ് ചെയ്യുന്നത്. അത് ആൾക്കാർക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ ചീസ് ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട. ചീസ് അധികം ഇഷ്ടമുള്ളെങ്കിൽ അധികം ക്വാണ്ടിറ്റിയിൽ ഇടണ്ട. ഞാനിവിടെ 2 സ്ലൈസ് ഇടുന്നുണ്ട്. അതിന് ശേഷം ഞാൻ പാസ്ത മാറ്റി വെച്ചിരിക്കുന്ന പാസ്ത എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് സോസുമായിട്ട് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റിൽ ഞാൻ മല്ലിയിലയും കൂടെ മാത്രമേ ഇടുന്നുള്ളൂ. ഫൈനൽ ഇൻഗ്രീഡിയൻറ്റ് മല്ലിയിലയാണ്. ആദ്യം ഇതിലെ സോസ് എല്ലാം കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാ പാസ്ത പീസിലും മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ മല്ലിയില ഇടുന്നു. നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്കം. ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സീ യു ഗൈസ്.